ബില്ലിന്റെ അടിയിൽ എഴുതിന്റെ അല്ലാതെ താങ്ങണ്ടില്ലേ? ആ അതെന്റെ കുഴപ്പമില്ല. ഒരു 100 പ്രാവശ്യം പറഞ്ഞല്ലോ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ആരാന്നാ? എന്റെ പേര് ഉത്തമൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ ഒരു അഭ്യസ്ത വിദ്യൻ. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ജോലി ചെയ്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി വെറും 950 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഹതഭാഗ്യവനായ കണക്കപ്പിള്ള. ഇനി എന്നെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? പട്ടി നിന്റെ അപ്പൻ, അത് നിന്റെ വല്യപ്പൻ, അത് നിന്റെ വീട്ടിലുള്ളവര്. എന്താ ഇത്? ഇതൊരു ഷോപ്പല്ലേ? അത് ഇത്ര നാളായിട്ട് അറിയില്ലേ? വേഷം കെട്ടി മാത്രം വന്നാ പോരാ, സംസ്കാരം വേണം. പിന്നെ ആരെങ്കിലും എന്റെ അപ്പനെ വിളിക്കുമ്പോ ഞാനത് കേട്ടോണ്ടിരുന്നോളോ? കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് കംപ്ലൈന്റ് ആയാലും തെറിയായാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഹലോ, ഇന്ത്യൻ ഫാബ്രിക്സ്. ശരിയാണ് സാർ, തീർച്ചയായും. ആരാ? ഇവിടുന്ന് തുണി വാങ്ങിയ ഒരു കസ്റ്റമറാ. മുതലാളി കഴുതിയാണെന്ന് പറഞ്ഞു. ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? എന്ത് പറ്റിയടാ? എന്താ ആരെങ്കിലും തല്ലിയോ? വെള്ളം അവിടെ കളയില്ലേ? കുട്ടി ഗൾഫിൽ നിന്ന് വന്നോ ഉത്തമ. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. സോറി, ക്ഷമിക്കണം. ഞാനൊരു സംസ്കാരമില്ലാത്തവനാണെന്ന് എന്റെ മുതലാളി തെറ്റിദ്ധരിച്ചു. പവർ കട്ടിനെ പോലും ലജ്ജിപ്പിച്ച് 12 മണിക്കൂർ മുതലാളിയെ സേവിച്ച ആത്മാർത്ഥയോടെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്റെ മുതലാളിയെ പോലെ ഒരു പരമചറ്റ ഈ നാട്ടിലുണ്ടാവില്ല. എന്താണ് പറഞ്ഞത്? തെണ്ടി തെണ്ടി. ഇപ്പൊ പറഞ്ഞ സംസ്കാരം. ഇനി മുതലാളിയുടെ തന്ത പോലും അറിയാത്തൊരു രഹസ്യം പറയട്ടെ. നീർനായിക്ക് കാട്ടുപന്നിയിലുണ്ട ഒരു ജാര സന്ധിയോടൊത്താൻ. ഓടാ നിങ്ങൾ. എന്റെ മോൻ പറഞ്ഞു, അമ്മേ തീരെ വയ്യ, വല്ലാത്ത ക്ഷീണുണ്ട്, ഒന്ന് കിടക്കണോന്ന്. അങ്ങനെ കയറി കിടന്നതാ. ഇത് കൊല്ലം കഴിഞ്ഞ് വരണതല്ലേ, പിന്നെ ഉറക്കാൻ കാണും. കുട്ടിരാമേട്ടിനെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കാശുണ്ടാക്കാൻ പോയതല്ലേ. എന്റെ കുട്ടിയുടെ കോലം കെട്ടു. 5 പെട്ടി തരം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. പെട്ടി ഞാൻ എണ്ണിയില്ല. പുന്നാരമോന്റെ പുരാണം പറഞ്ഞോണ്ടിരുന്നാലേ അടുപ്പിച്ചേറേറും. എല്ലാവർക്കും വെച്ചോളപ്പി തരാനേ ഞാൻ ദാസ്യൊന്നും അല്ലല്ലോ. മാധവേടത്തേക്ക് ഇന്നെന്താ അത്ര ദേഷ്യം? അസൂയ അല്ലാതെ. കെട്ടിയവന് മക്കളെ ഇല്ലെന്നേ ഉള്ളൂ. മാധവി ഗതികെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയോ, വന്ന് കയറിയപ്പോ തന്നെ അവ എന്നോട് ചോദിക്കുക, ഈ തള്ള ചത്തില്ലേ ചത്തില്ലേന്ന്. എന്റെ മടി കിടന്ന് വളർന്ന ചെക്കന് ഇപ്പൊ വലിയ ഗൾഫുകാരൻ, എട്ടിപ്പറ്റ പൊട്ടൻ, അശ്രീകരം. സ്വന്തം കൂടപ്പുറപ്പാ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാന്ത് തലക്ക് കേറിയ പിന്നെ എന്താ ചെയ്യ? പപ്പിനെയും കെട്ടിയവനല്ലേ വരണത്? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നടക്കുമോളെ, എന്തെങ്കിലും നിങ്ങളല്ല. ഞാന് ട്രാഫിക് ഡ്യൂട്ടിയിലായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ പപ്പിയും മോളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നു. അവിടെ വണ്ടി കൂട്ടിയിടിക്കുകയോ കത്ത് പിടിക്കുകയോ കുത്തിമറിയോ എന്ത് പണ്ടാരം പിടിക്കുക ആയിക്കോട്ടെ, നമുക്കെന്താ? അളിയനേക്കാൾ വെറുതല്ലോ നമുക്ക് ആരാന്റെ വണ്ടി. അല്ല പപ്പി, എന്താ അകത്തുണ്ട്, നല്ല ഉറക്കാ. വിളിച്ചോ? തന്നെയല്ല ഞാൻ വിളിച്ചേ, മോളെയാ. അളിയാ അളിയാ, വല്ല കാര്യം കൊണ്ടുപോയേ. ആ അതേ കണ്ടില്ലേ, നിന്റെ ആങ്ങളെ ഉറങ്ങി കിടക്കുമ്പോൾ കാണാൻ എന്ത് സൗന്ദര്യ. കേട്ടില്ലേ കുറുക്കം വിളിക്കണത്? വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കണ്ട. സ്റ്റോപ്പ്. കണ്ടില്ലേ, മൊത്തം 5 പെട്ടിയുണ്ട്. പെട്ടി പൊട്ടിച്ചോ ആവോ. പൊന്നാരാങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്നറിഞ്ഞപ്പോ ചക്കപ്പഴങ്ങ ടീച്ചറെ പോലെ പറന്നെത്തിയല്ലോ എല്ലാരും. എന്താഴ്ചയാ? വെള്ളിയാഴ്ചയാണോ? വെള്ളിയാഴ്ച എന്തിനാ? നിന്റെ തന്തയുടെ പിണ്ണം വയ്ക്കാനോ? എന്റെ തന്തയുടെ അല്ല, തള്ളയുടെ. മനുഷ്യനും തനിക്ക് സുഖമില്ലുണ്ടായോ? അതെന്ത് ഭ്രാന്ത് കൂടുതലാ. കുട്ടിരാമൻ വന്ന് കീറിയപ്പോ തുടങ്ങിയതോ. ഭ്രാന്ത് എനിക്കല്ലടി, ദീനം പിടിച്ച് ചത്ത നിന്റെ കെട്ടിയാനാ. സത്തുവയാ വഴിക്കപ്പറ്റി പറഞ്ഞോണ്ടല്ലോ. ജംഗ്ഷനിൽ ബഹളം വയ്ക്കാൻ പാടില്ല. ഈ സാധനം
അടുക്കളയിലേക്ക് പോയിക്കോട്ടെ. പോവില്ലേ? പോയില്ലെങ്കിലേ ക്രെയിൻ വെച്ച് പൊക്കും ഞാൻ. അയ്യേ. കള്ള പോലീസ് പോടാ അവിടുന്ന്. ആ, ഇത് പൂമുഖത്തേക്ക് പോയിക്കോട്ടെ. വണ്ടി വിട്ടോളൂ വിട്ടോളൂ വിട്ടോളൂ. മുട്ടല്ലേ? അതെ, നീ റിവേഴ്സ് പോയിക്കോളൂ. സൂക്ഷിച്ചു പോണേ, പുറകിലും മാരുതി ഉണ്ട്. ബെൻസേ. ഇവിടെ ട്രാഫിക് സിസ്റ്റം തുടങ്ങിയോ? ഇതെന്ന് തുടങ്ങി. വണ്ടി തിരിച്ചു വിട്ടോളൂ. കുട്ടിരാമൻ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ ഓർത്തിക്കോളാം. അങ്ങനെ പോരട്ടെ ഇപ്പോ. ആവേശം വരുത്. സിഗ്നൽ അനുസരിക്കൂ. തെണ്ടിക്കളി കളിക്കാതെ വണ്ടി തിരിച്ചു വിടൂ. ഈ തെണ്ടിക്ക് ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ വേണ്ടേ? ഈ അളിയനായ ഞാൻ പോലും നിയമം ലംഘിക്കാതെ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി വിട്ടോളൂ. VIP വണ്ടിക്ക് എന്തെങ്കിലും സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പോലെ കിടപ്പ് വേണ്ടില്ലേ? വെട്ടിട്ട് മയ്യത്ത് കിടക്കണ പോലെ. ഓനെ കുട്ടിരാമ ഓപ്പന്റെ കണ്ണുകൾ ആരൊക്കെ വന്നേക്കണം നോക്കിയാൻ. എടാ കുട്ടിരാമ കണ്ണൊന്ന് തുറക്കണം. അല്ല ഇവിടെ ഞാൻ ഉറങ്ങിയതല്ല, നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ച് ഒളിച്ചതാ. സത്യം പറയാലോ, ഇത്രയും നേരം ഈ പുതപ്പിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതിനൊരു മാറ്റില്ലേട്ടോ. ആകെ നോക്കി ഇത്തിരി കറുത്തുണ്ട്. അതെയോ? പക്ഷെ ഇത് പല്ലിപ്പുളും വെളുത്തന്നെ ഇരിക്കണേ. 5 വർഷമായില്ലടാ കണ്ടിട്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, ഒന്ന് പോവാ. എനിക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. വെട്ടിക്കകത്ത് മറ്റൊരുപ്പുണ്ട്. സ്കോച്ചറാ. എന്നാലും എന്നോട് അവൻ ഇത് ചെയ്തല്ലോ. ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ അവനോട് ചെയ്തത്? എന്റെ പകരാശി നീ ഒന്ന് അടങ്ങ്. ഈ രാത്രിയിലല്ലേ മറ്റേ ആൾക്കാരെ മുഴുവൻ കൂട്ടണോ? ആശുപത്രിയിൽ ലീവ് പോലും കിട്ടാത്തൊരു തസ്തിയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അളിയൻ വന്നു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ ലീവ് പോലും എടുക്കാതെ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് ആംബുലൻസിലവിടെ വന്നത്. അമ്മയ്ക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാവില്ല. വരുന്നു. ആ ദേ വന്നല്ലോ. അല്ല എല്ലാരും ഉണ്ടല്ലോ. അളിയനും ചേച്ചിയൊക്കെ ഇപ്പൊ എത്തി. ഞങ്ങൾ നിക്കണോ പോണോ? നിന്റെ പെർമിഷൻ കിട്ടിയിട്ടാവാന്ന് വെച്ചു. നിക്കാനും പോകാൻ എന്റെ പെർമിഷന്റെ കാര്യം എന്താ? അല്ല എന്താ കൂടെ പ്രശ്നം? ഇവൾ നിന്റെ ആരാ? എന്റെ ചേച്ചി. വെറും ചേച്ചിയാണോ? അല്ല കൊച്ചേച്ചി. ഭർത്താവിനേക്കാൾ അവൾക്ക് ജീവനാ പൊന്നാങ്ങളെ. ഊണിലും ഉറക്കത്തിലും അവൾക്ക് നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ആണോ ചേച്ചി? 5 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നതാണ് നീ. പെട്ടി പൊട്ടിക്കുമ്പോ ഈ കൊച്ചേച്ചി വിളിച്ചോ നീ? ഓ അതാണാ കാര്യം. കുടുംബക്കാരെക്കാളും വലുതാണല്ലോ കൂട്ടുകാര്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല കുട്ടിരാമൻ പറഞ്ഞില്ല, അവര് പറഞ്ഞു. എവര്? പിന്നെ കൂട്ടുകാരില്ലേ ആ കൊരങ്ങന്മാര്. അതൊക്കെ പോട്ടെ, ഒരു പെട്ടിയില്ലേ ഞാൻ പൊട്ടിച്ചുള്ളൂ. ഇനിയും ബാക്കിയുണ്ടല്ലോ 4 പെട്ടി. അപ്പൊ മൊത്തം 5 പെട്ടിയുണ്ടോ? മൊത്തം 5 പെട്ടിയുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അബ്ബേ. അകത്തോട്ടൊന്ന് കേറിയിട്ട് വേണ്ടേ? ഏതോ അലവലാതെ ഇവളോട് എന്തോ പറഞ്ഞു. അപ്പൊ തുടങ്ങിയത് അമറാൻ കാട്ടുപോത്തിനെ പോലെ. എനിക്ക് അകളെ കണ്ടു, എനിക്ക് അകളെ കണ്ടു. എനിക്ക് അങ്ങനെയാ, ചെറിയ കാര്യം മതി സങ്കടം വരെ. വലിയ ശരീരമാണല്ലോ, അതുകൊണ്ടായിരിക്കും. വലുത് ഞാൻ സഹിച്ചു. അല്ല സഹിച്ചല്ലേ പറ്റൂ. നിർത്ത്. അല്ല ഞാൻ നിർത്തിയതാ. വന്ന നല്ല നിൽക്കാതെ അകത്തേക്ക് ചെല്ലും. 5 പെട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒറ്റയടിക്ക് ലിഫ്റ്റിൽ മേളോട്ട് പോയ ഒരു പ്രതീതി. സൂക്ഷിക്കണം, ലിഫ്റ്റാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നേരെ തറയിലോട്ട് പോരും. അതെ, ചില തറകളുടെ തലയിലോട്ട് വീഴും. ആ പറഞ്ഞതിന് അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പള്ളിയിൽ ചെന്ന് പറ. പള്ളിയിൽ നീ പറ, ഞങ്ങൾ അമ്പലത്തിൽ പറഞ്ഞോളാം അല്ലേ? വേണ്ട ഉണരിട്ടുന്നേ. എടി ഇനി അങ്ങനെ ഉണരാൻ കാത്തിരുന്നാ പറ്റില്ല. വിളിക്കടി. ഉണർന്നിട്ട് കണ്ടാ പോരെ. എടി ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ വരുന്ന മുമ്പ് മുഖം കാണിച്ച് സങ്കടം പോലിക്കണം. വിളിക്കടി. അയ്യടാ. എന്താ നോക്കുന്നത്? നീ പള്ളിയും പോളിഷ് ചെയ്തുകൊണ്ട് നടന്നോ? ഇങ്ങോട്ടൊന്നേ. കണ്ടില്ലേ? നോക്കടി, കൊച്ചുവെളുപ്പാങ്കാലത്ത് വരാന്തയിൽ ട്രാഫിക് പോലീസിന്റെ കഥകളി. ആ കുട്ടിരാമനെ മജാ വെച്ച് എല്ലാം അടിച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലാ. പ്ലാനിങ് ഉണ്ടെന്ന് ഒരു കാര്യമില്ല. കാര്യമുണ്ടടി. കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? സഹായം ചോദിച്ച് അർജുനും ദുര്യോധനും ശ്രീകൃഷ്ണന്റെ മുന്നിലെത്തി. ഭഗവാൻ ഇതുപോലെ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ ഭഗവാൻ ആദ്യം കണ്ടത് കാൽക്കീഴിലിരിക്കുന്ന ദുര്യോധനെയാണ്. കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട എല്ലാ പടകളും ചേർത്ത് സമർത്ഥനായ ദുര്യോധനൻ അടിച്ചെടുത്തു. തലക്കിലിരുന്ന് അർജുനന് കിട്ടിയതോ കുഴലുപോലും ഇല്ലാത്ത വെറും മിസ്റ്റർ കൃഷ്ണന്. അതുപോലെ സാധനങ്ങളെല്ലാം ഇവർ അടിച്ചെടുത്തിട്ട് ആ പൊട്ടൻ കുട്ടിരാമനെ മാത്രം നമ്മുടെ കൈ കിട്ടിയോണ്ട് എന്ത് നേട്ടം പങ്കി. നീ വാടി. എന്താ നിന്ന് പറഞ്ഞത്? ഇവിടെ വല്ല ബമ്പുണ്ടോ? ഉണ്ടെന്ന് വെച്ചോ. എത്തേണ്ട അടുത്ത് എത്തിയപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു.
താൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണല്ലോ നിർത്തുകയും പിന്നെ പൊക്കുകയും ചെയ്തതൊക്കെ ആണല്ലോ തന്റെ പണി. തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത്. ഓ പറ്റിക്കാട്. എന്താ ഇവിടെ സംഭവം? ഞങ്ങള് കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാ. ഈ പെങ്ങൾക്ക് ആങ്ങളയോട് പേഴ്സണൽ ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്നോ? ഈ പെങ്ങൾക്കും ആങ്ങളോട് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഓ. പാടി പാടി. ഇളം തലയ്ക്ക് മുൻഗണന കൊടുക്കണം. കാലത്ത് തന്നെ വെറുതെ ട്രാഫിക് ജാം ഉണ്ടാക്കരുത് കേട്ടോ. കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആൾക്കാർ കയറാവൂ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോ ചത്തുപോകും. പുറത്ത് നിന്ന് സംസാരിക്കാം. പുറത്തേക്ക് വാ. പുറത്തുനിന്ന് സംസാരിക്കാം. എല്ലാവരും കൂടെ ഇങ്ങനെ ബഹളം വെച്ചാ അങ്ങനെ അളിയന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം വിശദമായിട്ട് സംസാരിക്കാം. ആ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ. ഒരു കാര്യം ചെയ്യാം, ആദ്യം മൂത്ത ചേച്ചി സംസാരിക്കാം. അതാണ് അതിന്റെ റൂള്. നിന്നോട് ആര് പറഞ്ഞിട്ട് ഇളയതായിട്ട് ജനിക്കാൻ?